എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളൊരു പ്രധാനപ്പെട്ട ഒരു വാർത്ത പറയാനാണ് വന്നത്. നിങ്ങളാരെങ്കിലും കേട്ടിട്ടുണ്ടായിരിക്കും, ചിലപ്പോൾ കേട്ട് കാണത്തില്ല. അതായത് നമ്മുടെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാമർ NHS ഇംഗ്ലണ്ട് റദ്ദാക്കുന്നു എന്നുള്ളൊരു പത്രവാർത്ത നിങ്ങൾ കേട്ടിട്ടുണ്ടാവാൻ സാധ്യതയുണ്ടായിരിക്കാം. അപ്പം അതിനെക്കുറിച്ചിട്ടൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ചർച്ച. അതായത് NHS ഇംഗ്ലണ്ട് നിങ്ങൾക്കറിയാം, ജനങ്ങൾക്ക് സൗജന്യമായിട്ട് ആരോഗ്യ സേവനം നൽകുന്ന ഒരു സംവിധാനമാണ്. ഇത് റദ്ദാക്കുന്നത് ജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിനെ എങ്ങനെ ബാധിക്കുന്നതിനെ കുറിച്ചിട്ടൊക്കെ നമുക്കിന്ന് നോക്കാം. But I also think that in government there was a clear moment when the Tories crossed the Rubicon. It was early and it was decisive. And it sent a signal across Whitehall that was never undone. So today I'm going to reverse it, because I don't see why decisions about £200 billion of taxpayer money on something as fundamental to our security as the NHS should be taken by an arm's length body, NHS England. And I can't, in all honesty, explain to the British people why they should spend their money on two layers of bureaucracy. That money could and should be spent on nurses, doctors, operation, GP appointments. So today I can announce we're going to cut bureaucracy across the state, focus government on the priorities of working people, shift money to the front line. So I'm bringing management of the NHS back into democratic control by abolishing the arm's length body NHS England. That will put the NHS back at the heart of government where it belongs, freeing it to focus on patients, less bureaucracy, with more money for nurses, an NHS refocused on cutting waiting times at your hospital. Now, tough choices won't just stop there. In this era, they will keep on coming. Our task is clear: national security, national renewal, driving change forward with a plan for change, focused on the interests of working people, securing our future together. പ്രധാനമന്ത്രി കീർ സ്റ്റാമർ NHS ഇംഗ്ലണ്ട് റദ്ദാക്കുന്നു എന്ന് പ്രഖ്യാപിച്ചു. ഇത് ഒരു വലിയ മാറ്റമാണ്. കാരണം NHS ഇംഗ്ലണ്ട് ഏകദേശം 1948 മുതൽ ഇംഗ്ലണ്ടിലെ ജനങ്ങൾക്ക് സൗജന്യമായ ആരോഗ്യ സേവനം നടത്തി വരികയാണ്. ഈ സംവിധാനം റദ്ദാക്കുന്നതോടെ ധാരാളം ജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിനെ ഗണ്യമായി ബാധിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പം ഈ NHS ഇംഗ്ലണ്ട് ഇപ്പം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് എടുത്ത് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെപ്പോലുള്ള NHS വർക്ക് ചെയ്യുന്ന ആൾക്കാർ അത് എന്തൊക്കെ ബാധിക്കുമെന്നതിനെ കുറിച്ചിട്ടൊക്കെ ഇപ്പം നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഒരു പക്ഷേ നമുക്ക് നല്ലതായിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ നമുക്കത് നെഗറ്റീവായിട്ടും ബാധിക്കാം. കാര്യം NHSനെ കാട്ടിയും കുറച്ചും കൂടെ സാലറി ബേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ NHS വർക്ക് ചെയ്യുന്നവരെ കാട്ടി കൂടുതൽ പ്രൈവറ്റിൽ വർക്ക് ചെയ്യുന്നവർ കുറച്ചും കൂടെ സാലറി കൂടുതലാണ്. പിന്നെ എൻ്റെ അഭിപ്രായം പറയുകയാണെന്നുണ്ടെങ്കിൽ NHS ആയാലും പ്രൈവറ്റ് സെക്ടറിൽ വർക്ക് ചെയ്യുന്നവരായാലും, എൻ്റെ ഒത്തിരി ഫ്രണ്ട്സ് പ്രൈവറ്റ് സെക്ടറിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അവർക്ക് വളരെ നല്ല രീതിയിൽ തന്നെ അവർക്ക് എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ കൊണ്ടുപോകുന്നുണ്ട്. ഇപ്പം പ്രൈവറ്റിൽ ഇപ്പം NHSൻ്റെ നമ്മളെ ബ്ലൂ ലൈറ്റ് കാർഡ് പ്രൈവറ്റ് വർക്ക് ചെയ്യുന്ന അവർക്കും ബ്ലൂ ലൈറ്റ് കാർഡ് എടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ NHS വർക്ക് ചെയ്യുന്ന അവർക്കും ബ്ലൂ ലൈറ്റ് കാർഡ് കിട്ടുന്നുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു NHSനെ പറയുകയാണെന്നുണ്ടെങ്കിൽ NHS ആയാലും പ്രൈവറ്റ് സെക്ടർ ആയാലും ഏകദേശം ഒരേപോലെ ആണെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പറയാം എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പം ഇതിനെക്കുറിച്ചിട്ടുള്ള വേറെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും പറയുന്നതായിരിക്കാം. നിങ്ങൾക്കും നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ രേഖപ്പെടുത്താം. ഓക്കെ, അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.